ഇന്ന് 355 വിവാഹങ്ങളാണ് നടക്കുന്നത്. വിവാഹങ്ങളുടെ കണക്കിൽ പുതുചരിത്രമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം. പുലർച്ചെ 4 മണിയോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, വിവാഹങ്ങൾ എല്ലാ ചടങ്ങുകളും പൂർത്തിയായോ? എന്താണ് വിവരങ്ങൾ? ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഏകദേശം 325 വിവാഹങ്ങളോളം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഏകദേശം ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. ഏകദേശം 3-4 വിവാഹങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും പോലീസിന്റെയും സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനം മൂലമാണ് വളരെ ശാന്തമായി ഇന്ന് വിവാഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇതിൽ 3 വിഭാഗവും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ക്ഷേത്രത്തിലെത്തുന്ന വിവാഹ സംഘത്തിന് പ്രത്യേക പന്തൽ ഒരുക്കി ഊഴമനുസരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചതിനാൽ 10 മിനിറ്റിൽ താഴെ മാത്രമേ ഓരോ താലികെട്ടിനും സമയം വേണ്ടി വന്നുള്ളൂ എന്നതാണ് പ്രത്യേകത. കൂടാതെ ഒരേ സമയം 6 മണ്ഡപങ്ങളിൽ വിവാഹം നടത്താൻ സാധിച്ചതും വലിയൊരു സൗകര്യമായാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് എത്തുന്നവർക്ക് ഒരു ട്രാക്കും മറ്റു ഭക്തർക്ക് മറ്റൊരു ട്രാക്കും ഏർപ്പാടാക്കിയതും ശരിക്കും കൂടുതൽ ഫലപ്രദമായി. ഇതുകൊണ്ടൊക്കെ തന്നെ തിക്കും തിരക്കും ഇല്ലാതെ വളരെ ശാന്തമായി വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പല വിവാഹ പാർട്ടികളും ന്യൂസ് 18നോട് പറയുകയുണ്ടായി. നമുക്കറിയാം, വിവാഹം പൂർത്തിയാക്കി മിക്ക പാർട്ടികളും വേഗം തന്നെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അവിടെയാകും വിവാഹത്തിന്റെ മറ്റു ചടങ്ങുകൾ നടക്കുന്നത്. ഇത്തരം തിരിച്ചുപോക്കിനെ ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയ വൺവേ സംവിധാനം വളരെ ക്രിയാത്മകമായി എന്ന് വേണം കരുതാൻ. കാരണം പഴുതടച്ച വൺവേ സംവിധാനമായിരുന്നു. ആദ്യം ഇവിടെ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും വൺവേ ബാധകമല്ലാത്തതിനാൽ വൻ ഗതാഗത കുരുക്കുണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ഓട്ടോകളുടെയും മറ്റു വാഹനങ്ങളുടെയും ഇന്നർ റിംഗ് റോഡിലെ അധിക പാർക്കിംഗ് നിരോധിച്ചതും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നിർണായകമായി. അതുകൊണ്ട് തന്നെ പഴുതടച്ച വൺവേ സംവിധാനം ആയതോടെ ഒരു തരത്തിലുള്ള ഗതാഗത കുരുക്കും ഉണ്ടായില്ല. ഇത്തരത്തിൽ വാഹന ക്രമീകരണം ഏർപ്പെടുത്തിയാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച പോലീസിനെയും നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ക്രമീകരണം കർശനമായി നടപ്പാക്കിയാൽ ഗുരുവായൂരിലെ തിക്കും തിരക്കുമെല്ലാം നിയന്ത്രിക്കാം എന്നുള്ളതാണ് വസ്തുത. അധികാരികൾ ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്.